ഒരേ സമയം രാഷ്ട്രീയ കരുത്തിന്റെ പേരിലും കേസുകളുടെയും വിവാദങ്ങളുടെയും പേരിലും അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഇന്ന് നേരെ ചൊവ്വയിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ കോട്ടയിൽ സിപിഎമ്മിനെ അവരുടെ ശൈലിയിൽ തന്നെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയുമെന്ന് തെളിയിച്ച ശ്രീ കെ സുധാകരൻ. കണ്ണൂരിലെ ശക്തനായ നേതാവ്, കരുത്തനായ നേതാവ് എന്നൊക്കെ കെ സുധാകരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള മര്യാദക്കാരനായ നേതാവ് എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്താ ഈ കണ്ണൂരായതുകൊണ്ട് മര്യാദ പാടില്ലെന്നുണ്ടോ? ഓരോരോ രാഷ്ട്രീയ നേതാവിന്റെയും പ്രവർത്തന ശൈലി അദ്ദേഹം ജീവിക്കുന്ന പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്കനുസൃതമായിട്ടാണ്. കണ്ണൂരിൽ സിപിഎമ്മിന്റെ മുഷ്കു രാഷ്ട്രീയത്തിനെതിരെയാണ് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പോരാട്ടം. എന്റേത് മാത്രം, കോൺഗ്രസിന്റേത് മാത്രമല്ല. ഒരു മര്യാദ കെട്ടവനാണ് ഞാനെന്ന് ആരും പറയാറില്ല. യോണിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കണ്ണൂരിലെ ജനങ്ങൾക്കൊരു മര്യാദ കെട്ടവനാണ് ഞാനെന്ന് തോന്നിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇത്രയേറെ ഭൂരിപക്ഷം തന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഉറച്ച സീറ്റായ കണ്ണൂർ പാർലമെന്റിൽ നിന്ന് ഞാൻ വിജയിക്കുമായിരുന്നില്ല. താങ്കൾ വാദിക്കുന്നത് സിപിഎം അങ്ങനെ ആയതുകൊണ്ട് താങ്കളും അങ്ങനെയാവുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആകേണ്ടി വരുന്നു എന്നാണ്. പക്ഷേ അവരുടെ തെറ്റായ ശൈലിയാണെങ്കിൽ അത് തന്നെ താങ്കൾ സ്വീകരിക്കുന്നത് എങ്ങനെ ശരിയാവും? അവരുടെ ശൈലി ഞാൻ സ്വീകരിച്ചു എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ അക്രമത്തെ റിസ്ട്രെയിൻ ചെയ്യാൻ എന്റെ പാർട്ടി പ്രവർത്തകന്മാരുടെ മനസ്സിന്റെ അകത്ത് അതിനെ പിടിച്ചു നിർത്താനും അതിനെ എതിരിടാനുമുള്ള ഒരു മുറയിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തന ശൈലിക്ക് കണ്ണൂർ ജില്ലാ രാഷ്ട്രീയത്തിൽ പ്രസക്തിയുള്ളൂ. അല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കണ്ണൂരിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എന്റെ പ്രവർത്തകന്മാർക്ക് ആത്മവീര്യം പകരാൻ ഞാൻ സ്വാഭാവികമായും അവരോടൊപ്പം നിൽക്കാറുണ്ട്. അല്ലെ, മഹാത്മാഗാന്ധിയൊക്കെ ഒരു വിഗ്രഹമായിട്ട് കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു നേതാവാണ് താങ്കൾ. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു അഹിംസാ മാർഗങ്ങളും ഇവിടെ പറ്റില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരിപ്പം ഞാൻ ചോദിക്കുന്നു, സിപിഎം ഞങ്ങൾ എത്രയോ പ്രവർത്തകന്മാരെ വെട്ടിപ്പിടുത്തിയിട്ടുണ്ട്. നാമമാത്രമായ 1-2 സംഭവങ്ങളെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകന്മാരിൽ നമ്മുടെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നു, സിപിഎം വെട്ടുവീഴ്ത്തിയ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് തുല്യമായി കോൺഗ്രസ് പ്രവർത്തകന്മാർ തിരിച്ചവിടെ വെട്ടിയെന്നോ കൊന്നുവെന്നോ കൊലപാതകം നടത്തിയെന്നോ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന സിദ്ധാന്തത്തിൽ കെ സുധാകരൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, അങ്ങനെയൊരു സിദ്ധാന്തമേ ഇല്ല. അവൻ കണ്ണിന് എന്ന് പറയുമ്പോൾ ഞാൻ ആ കണ്ണ് രക്ഷിക്കാനുള്ള മാർഗം എന്റെ പാർട്ടി പ്രവർത്തകന്മാർ നോക്കുന്നു. അല്ലാതെ തിരിച്ചൊരു കണ്ണ് എടുക്കുക അങ്ങനെ ഒരു ശൈലി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സിപിഎമ്മിന്റെ എത്ര ക്രിമിനലുകൾ കണ്ണൂർ സെൻട്രൽ ജയിലുണ്ടോ അതിന് തുല്യമായി കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകന്മാർ ഉണ്ടാവണ്ടേ? അങ്ങനെ സംഭവം ഇല്ലല്ലോ. ഇപ്പോ കണ്ണൂരിലെ വേറെയും കോൺഗ്രസ് നേതാക്കളുണ്ട്, അവരോടൊന്നും സിപിഎമ്മിന് ഇത്ര വിരോധമില്ല. താങ്കളോട് എന്തുകൊണ്ട് ഇത്ര വിരോധം? സ്വാഭാവികമായും പ്രവർത്തകന്മാരെ ഏറെ ആകർഷിക്കാനും പ്രവർത്തകന്മാരെ കൂടുതൽ ആർജവത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാനും സ്വാധീനം ചെലുത്താനും സാധിക്കുന്ന ഒരു നേതാവ് എന്ന നിലക്ക് ഞാനാണ് അവരുടെ ടാർഗറ്റ്. ഇപ്പൊ എന്നെ 3 തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് സിപിഎം. അത് എല്ലാ ആളുകൾക്കും അറിയാം. എന്റെ 3 കാറ് തകർത്തിട്ടുണ്ട്, ബോംബർ എന്റെ 3 കാറ് തകർത്തിട്ടുണ്ട്. കണ്ണൂരിൽ അതുപോലെ അക്രമത്തിന് വിധേയരായ നേതാക്കന്മാരുണ്ട്, ഒരു പിടി നേതാക്കന്മാരുണ്ട്, എല്ലാവരും ഇല്ല. അത് സ്വാഭാവികമായി. ഇപ്പൊ എൻ രാമകൃഷ്ണൻ ഒരു കാലത്ത് കോൺഗ്രസിന് ആത്മവീര്യം പകർന്നുപോയ നേതാവാണ്. അദ്ദേഹം വന്ന് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിനും ഇതുപോലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് ഈ പറയുന്ന ഈ ധൈര്യം എല്ലാം ഉള്ളതാണോ, അതോ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ധൈര്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസമാണ് ഇത്? അതൊന്നുമല്ല. ഞാൻ വളരെ ആത്മധൈര്യമുള്ളൊരുത്തലാണ്. ഏത് സബ്ജക്ട്, ഏത് പ്രതിസന്ധിയിലും മനസ്സ് പതറാതെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നേരെ ബോംബ് എറിഞ്ഞപ്പോൾ പോലും എന്റെ ഡ്രൈവറുടെ മനസ്സ് പതറിയപ്പോഴും എന്റെ മനസ്സ് പതറിയിട്ടില്ല. അതിലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭയപ്പാടില്ല. ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും ആലോചിച്ച് വേവലാതി കൊള്ളുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ അങ്ങനെയെങ്കിൽ താങ്കൾ സംരക്ഷണത്തിനായാലും പ്രതിരോധത്തിനായാലും താങ്കൾ ഒരു സംഘത്തെ കൊണ്ടു നടക്കുന്നു എന്നുള്ള ആശയം എങ്ങനെ വന്നു? എവിടെയുണ്ട് എന്റെ കൂടെ? എവിടെ എന്റെ കൂടെയുണ്ട്? ഞാൻ ചോദിക്കുന്നു, പിണറായി വിജയന്റെ തോക്ക് വിവാദം വന്നപ്പോ, ഉണ്ട വിവാദം വന്നപ്പോ പല പത്രക്കാരും നിങ്ങളെ പോലത്തെ പല മാധ്യമസുഹൃത്തുക്കളും എന്നെ വിളിച്ചു വെച്ചു, സുധാകരന് തോക്കില്ലേ? എനിക്ക് തോക്കില്ല. ആയുധമെടുത്തു ഒരാളെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ നേരിട്ട് ആക്രമിച്ചു എന്ന് പറയാൻ ഒരു സംഭവം കണ്ണൂർ ജില്ലാ രാഷ്ട്രീയത്തിൽ കാണിക്കാൻ ആർക്കും സാധിക്കില്ല. മറിച്ച് സിപിഎമ്മിന്റെ ഉന്നത നേതാക്കന്മാരെന്ന് പറയുന്ന പിണറായി വിജയൻ അടക്കം, പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ അടക്കം ആയുധമെടുത്ത് അവിടെ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കേസിലെ പ്രതിയാണ്. അതൊന്നും അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് എന്നെ പിണറായി വിജയനുമായി നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് വസ്തുതാ വിരുദ്ധമാണ്, അസത്യമാണ്. ഇ.പി. ജയരാജനുമായി താങ്കൾക്കുള്ള ശത്രുതയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ശരീരത്തൊരു വെടി കൊണ്ടതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെന്ന പരിഗണനയെങ്കിലും ഇ.പി. ജയരാജന് ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ കൊടുത്തുകൂടെ? ഞാൻ ചോദിക്കുന്നു, വെടി കൊണ്ട ഒരാൾക്ക് വെടി കൊണ്ടു എന്ന് മനസ്സിലാവില്ലേ? അത് ഹിറ്റ് മീ വിത്ത് എ ബ്ലണ്ട് വെപ്പൺ എന്ന് പരാതി കൊടുക്കുകയും മദുരാശിയിൽ വന്ന് അവിടെ മലർ ഹോസ്പിറ്റൽ എന്ന സ്വകാര്യ ആശുപത്രി കിടക്കുകയും ചെയ്തതിന് ശേഷമാണ് വെടിയും പുകയും ഒക്കെ ഉണ്ടാകുന്നത്. അതുവരെ വെടിയും പുകയും ഉണ്ടായിട്ടില്ല. ഹിറ്റ് മീ വിത്ത് എ ബ്ലണ്ട് വെപ്പൺ എന്ന പരാതിയാണ്.
ആ പരാതിക്ക് പുറത്ത് ഇതെങ്ങനെ മാറി എന്നത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറിയതാണ്. ഇതേ പ്രോഗ്രാമിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടു, എന്റെ മജ്ജയിൽ അങ്ങനെ ലയിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ജയരാജന് മജ്ജ എവിടെയാണെന്നറിയോ? ജയരാജന്റെ ധാരണ തൊലി കഴിഞ്ഞാൽ മജ്ജയാണെന്നാണോ? തൊലി കഴിഞ്ഞാൽ മാംസമാണ്, മാംസം കഴിഞ്ഞാൽ എല്ലാണ്, എല്ലിന്റെ അകത്ത മജ്ജ. ഒരു വെടിയുള്ള എല്ല് തുളച്ചകത്ത് കയറിയാൽ അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുമോ? ഒന്ന്. രണ്ട്, ഒരു മജ്ജന്റെ അകത്ത് വെടിയുണ്ട ലയിച്ചു പോകുന്നു എന്ന് പറയാൻ ഇതെന്താ അരിയുണ്ടയാണോ? വെടിയുണ്ട എവിടെയെങ്കിലും ലയിച്ചു കേട്ടിട്ടുണ്ടോ? വെടിയുണ്ട മജ്ജയിൽ ജീവിക്കുന്നവരുടെ ജീവിച്ചു കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം സയൻസ്, ശാസ്ത്രത്തിന് അപ്പുറത്തുള്ള വാക്കുകളാണ്. ഞാൻ അന്ന് പരസ്യമായി പറഞ്ഞു, നിങ്ങൾക്ക് വെടികൊണ്ടു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ ടീമിന്റെ മുമ്പിൽ വാ, നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾക്ക് മുന്നിൽ ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ? ഉണ്ട മാറ്റി അവശിഷ്ടങ്ങളിൽ നിന്നാ. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, ആ അവശിഷ്ടം തെളിയിക്കാൻ ജയരാജൻ തയ്യാറുണ്ടോ? ഒരുപക്ഷെ ഒരു സംഭവം ഉണ്ടാകുന്ന അതേ സമയത്ത് പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് ആ ഇരയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ വെടിയേറ്റതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ചില ശാരീരിക പ്രശ്നങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ ചോദ്യം, ഇപ്പം വെടിയാണെങ്കിലും അല്ല മറ്റെന്തെങ്കിലും ആയുധമാണെങ്കിലും അങ്ങനെ ഒരു പരിഗണനയെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നാണ്. എനിക്ക് എന്തിനാ പരിഗണന തോന്നുന്നത്? എന്നെ 3 തവണ കൊല്ലാനയച്ച നേതാക്കന്മാരോട് എനിക്ക് എന്ത് പരിഗണന തോന്നാനാണ്? ഞാനൊരു ദൈവമൊന്നുമല്ല, ഞാൻ ഒരു പച്ച മനുഷ്യനാണ്. സ്വാഭാവികമായും എന്നെ 3 തവണ, ഞാൻ ചോദിക്കുന്നു, 2 തവണ 3 തവണ എന്റെ ഒരു നേറോ എസ്കേപ്പാണ് എന്റെ ജീവിതം. നേറോ എസ്കേപ്പാണ്. വെള്ളാർവള്ളിയിലെ എന്റെ തല രാജീവ് ഗാന്ധിയുടെ തല പോകുമ്പോൾ പോകേണ്ടതാണ്. ഒരു ബ്രീഫ് കേസാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ എന്നെ കൊല്ലാൻ അയക്കുകയും പരസ്യമായി എന്നെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജീവിക്കാൻ അനുവദിക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചിട്ട് പരസ്യമായി പൊതുയോഗ